നമസ്കാരം. മൂവി ബ്രാൻഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മളാരും പ്രതീക്ഷിക്കാത്ത തരത്തിൽ വലിയൊരു പൊട്ടിത്തെറിയാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് അമ്മ സംഘടനയിൽ നിരവധി ആളുകൾ, പ്രത്യേകിച്ച് ശ്വേതാ മേനോൻ അടക്കം രാജിവെച്ച് പുറത്തു പോകുന്നു. നമ്മൾ ഈ കണ്ടത് നിസാരമായ ഒരു രാജിവെക്കലോ അല്ലെങ്കിൽ ഒരു വ്യക്തിപരമായിട്ടുള്ള വിഷയത്തെ തുടർന്നുള്ള ഒരു പൊട്ടിത്തെറിയോ അല്ല. ഒരു സംഘടനയെ കേന്ദ്രീകരിച്ച് ഉണ്ടായിരിക്കുന്ന വലിയൊരു വീഴ്ച തന്നെയാണ്. ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അൻസിബയാണ് സമൂഹ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും വലിയ ഒരു വിഭാഗം ആളുകൾ ടാർഗറ്റ് ചെയ്തത്. അൻസിബ ഉണ്ടാക്കിയ ഒരൊറ്റ കുത്തിത്തിരിപ്പ് കാരണം ഒരു സംഘടന തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു സംഘടന തന്നെ നാശത്തിന്റെ വക്കിലെത്തിയിരിക്കുന്നു എന്ന തരത്തിൽ ആക്ഷേപങ്ങളും ആരോപണങ്ങളും പുറത്തേക്ക് വരുന്നു. എന്നാൽ ഇത്തരം ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും തന്റെ നിലപാട് അത് പറഞ്ഞ അന്ന് മുതൽ കഴിഞ്ഞ ദിവസം ഈ വിഷയം ഉണ്ടായതിനു ശേഷവും കൃത്യമായിട്ട് വ്യക്തമാക്കിയിരിക്കുന്ന വ്യക്തിയാണ് അൻസിബ. അൻസിബയുടെ ആ നിലപാടിന് വലിയ കയ്യടികൾ ലഭ്യമാകുന്നു. കൃത്യമായിട്ടുള്ള ഒരു നിരീക്ഷണം അവർ ചെയ്യുന്ന ജോലിയുമായി ബന്ധപ്പെട്ടാണെങ്കിലും അവരുടെ അസോസിയേഷനുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് അവരുടെ പ്രതികരണങ്ങൾ. കഴിഞ്ഞ ദിവസം സംഭവബഹുലമായിട്ടുള്ള നാടകീയ രംഗങ്ങൾ കഴിഞ്ഞതിനു ശേഷം അൻസിബ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്. 32 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും അമ്മയിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്നത്. എല്ലാ കാര്യങ്ങളും അംഗങ്ങളെ വിശദമായി അറിയിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആയതിൽ സന്തോഷം. ഇതിൽ ഒരുപാട് സന്തോഷം. അവിശ്വാസ പ്രമേയത്തിൽ ഇത്രയും അംഗങ്ങൾ പങ്കെടുത്തതും ആദ്യമായിട്ടായിരിക്കുമെന്ന് അൻസിബ പറയുന്നു. എല്ലാ അംഗങ്ങളും അവരുടെ അഭിപ്രായം കൃത്യമായി രേഖപ്പെടുത്താൻ പറ്റിയിട്ടുള്ള ഒരു ജനറൽ ബോഡി ആണ് ഇത് നടന്നതെന്നും താരസംഘടനയായ അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിൽ നടി അൻസിബ എടുത്ത നിലപാട് അത് പ്രശംസനീയമാണ് എന്നും ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. അൻസിബ ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞു വെക്കുമ്പോൾ, അതായത് 32 വർഷത്തിന് ശേഷം ആദ്യമായാണ് അവിടെയുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് തങ്ങളുടെ നിലപാട് അറിയിക്കാൻ സാധിച്ചത് എന്നുള്ളൊരു കാര്യം പറഞ്ഞു വെക്കുമ്പോൾ, ഇത്രയും കാലം ആ ഒരു സംഘടന ഭരിച്ചിരിക്കുന്നത് ഒരു പ്രത്യേക ലോബിയുടെ അടിസ്ഥാനത്തിലായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന തരത്തിലാണ്. എന്തായാലും മാധ്യമങ്ങൾക്ക് മുൻപിൽ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്റെ നിലപാടിൽ ഉറച്ചു നിന്ന് സംസാരിക്കാൻ കാണിച്ച അൻസിബയുടെ ഈ ഒരു ധൈര്യത്തെയും ഈ ഒരു നിലപാടിനെയും പ്രശംസിച്ച നിരവധി പ്രമുഖരാണ് രംഗത്തെത്തുന്നത്. മാലാ പാർവതി ഉൾപ്പെടെയുള്ളവർ അൻസിബയുടെ ഈ നിലപാടിനെ വ്യക്തമാക്കിക്കൊണ്ട് പ്രതികരിച്ചു കഴിഞ്ഞു. സ്വജനപക്ഷപാതം, പണം ദൂർത്തടിക്കൽ അടക്കം അൻസിബ ഉന്നയിച്ച ഒറ്റ ചോദ്യത്തിനും ഭരണസമിതിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല എന്നും ശക്തമായ സ്ത്രീപക്ഷത്തെയാണ് കഴിഞ്ഞ ദിവസം അൻസിബയിൽ കണ്ടത് എന്നുമാണ് മാലാ പാർവതിയുടെ പ്രതികരണം. സ്വജനപക്ഷപാതം, പണം ദൂർത്തടിക്കൽ അടക്കം അൻസിബ ചോദിച്ച ഒറ്റ ചോദ്യത്തിന് മറുപടി ഉണ്ടായിരുന്നില്ല. ഒടുക്കം ഞാനും എന്റെ ഭരണസമിതിയും രാജിവെക്കുമെന്ന് മാത്രമാണ് ശ്വേതയ്ക്ക് പറയാനുണ്ടായിരുന്നത്. ശക്തമായ സ്ത്രീപക്ഷത്തെയാണ് കഴിഞ്ഞ ദിവസം അൻസിബയിൽ കണ്ടത്. നാളെ ജനറൽ സെക്രട്ടറിയോ മന്ത്രിയോ ആയി അൻസിബ വന്നേക്കാം. അത്രയും വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയാണ് അൻസിബ. പിൻ ഡ്രോപ്പ് സൈലൻസോടെ അമ്മ അൻസിബയെ കേട്ടിരിക്കേണ്ടി വന്നു. അനൂപ് ചന്ദ്രനും കൊല്ലം തുളസിയും വേറെ 2 പേരും ഒഴികെ അൻസിബ പറഞ്ഞതിൽ കൺവിൻസ് ആയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പുതിയ ഭരണസമിതിക്ക് റിപ്പോർട്ടും കണക്കും കൃത്യമായി അവതരിപ്പിക്കാൻ കഴിയാത്തതാണ് വലിയ പ്രശ്നങ്ങളിലേക്ക് വഴിവെച്ചത് എന്നും മാലാ പാർവതി ചൂണ്ടിക്കാണിക്കുന്നു. സ്ത്രീകളായതിനാൽ ഉത്തരവാദിത്തം കുറച്ചു ചെയ്യാൻ കഴിയില്ലല്ലോ എന്നാണ് മാലാ പാർവതിയുടെ ചോദ്യം. അൻസിബയ്ക്ക് പുറമെ മല്ലിക സുകുമാരനും എഴുന്നേറ്റ് നിന്ന് കണക്ക് കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാബുരാജിന്റെ കാലത്തെ കണക്കുകളിലെ പിഴവാണ് റിപ്പോർട്ട് അവതരിപ്പിക്കാൻ കഴിയാത്തതിന്റെ കാരണമായി പുതിയ ഭരണസമിതി ഉയർത്തിക്കാട്ടിയിരിക്കുന്നത്. ബാബുരാജിനോട് ഇവർ കണക്കുകൾ ചോദിച്ചിട്ടില്ല. ട്രഷററും ഓഡിറ്ററും കൈയൊഴിഞ്ഞു. ഒരു വലിയ വിഭാഗം സ്ത്രീകൾ ആദ്യഘട്ടത്തിൽ ശ്വേതയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. ശ്വേത പറയുന്നത് കേൾക്കട്ടെ എന്ന നിലപാടായിരുന്നു ആദ്യം. എന്നാൽ അൻസിബ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയതോടെ എല്ലാവരും കൺവിൻസ്ഡ് ആയി. സത്യമുള്ള കുട്ടിയാണത്. ആർജവത്തോടെ ശരിയെ പറഞ്ഞു കേൾപ്പിച്ചു. ശ്വേതയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സംസാരിച്ചത് ഗണേഷ് കുമാർ മാത്രമായിരുന്നു. ഭരണപരിചയ കുറവാണ് എന്നും സമയം കൊടുക്കണമെന്നും ഗണേഷ് ആവശ്യപ്പെട്ടു. മാലാ പാർവതി ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുമ്പോൾ അൻസിബയുടെ ആ ഒരു വ്യക്തിത്വത്തെ കൂടുതൽ വ്യക്തമാകുന്ന തരത്തിലായിരുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം. ഭരണസമിതിക്ക് 17 പേരെ ഒരുമിച്ച് നിർത്താനായില്ലെന്ന വിമർശനവും മാലാ പാർവതി ഉന്നയിച്ചു. ബാലിശവും അൺപ്രൊഫഷണലുമായിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പണി അറിയാത്തവർ ചെയ്യുന്ന പരിപാടിയാണ്. മാധ്യമങ്ങളിലൂടെ നമുക്ക് യുദ്ധം ചെയ്യണമെന്നത് ശ്വേത അവസാനം എന്നോട് പറയുകയും ചെയ്തു. യുദ്ധമോ സ്ത്രീകൾ തമ്മിലുള്ള പോരോ അല്ല വേണ്ടത്.
അൻസിബയുടെ ചോദ്യത്തിന് കൃത്യമായ മറുപടി പറഞ്ഞിട്ട് മാന്യമായി നിൽക്കാമായിരുന്നല്ലോ ശ്വേതയ്ക്ക് എന്ന് മാലാ പാർവതി ചോദിക്കുന്നു. പുറത്തിറങ്ങുമ്പോൾ ഇടവേള ബാബു എന്നും ബാബുരാജ് എന്നും സിദ്ദിഖ് എന്നും പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അൻസിബയുടെ പേര് പറയാൻ എന്തുകൊണ്ട് ധൈര്യം വരുന്നില്ല? ബാലിഷമാണ് പ്രസിഡൻഷ്യൽ അഡ്രസ് ശ്വേത തുടങ്ങിയത് എന്നാണ് പറയാനുള്ളത്. 1500 രൂപ പെൻഷൻ തരും, അടുത്ത ജനറൽ ബോഡി തായ്ലാന്റിൽ നടത്തുമെന്നൊക്കെയായിരുന്നു പറഞ്ഞത്. അതോടെ ഗൗരവം നഷ്ടപ്പെട്ടു എന്നും മാലാ പാർവതി കൂട്ടിച്ചേർത്തു. എന്തായാലും താരസംഘടനയായ അമ്മയ്ക്ക് സംഭവിച്ചത് കേവലം ഒരു രാജിയോ പൊട്ടിത്തെറിയോ അല്ല, മറിച്ച് മാസങ്ങളായി നീറിപ്പുകയുന്ന ആഭ്യന്തര കലഹത്തിന്റെ ഏറ്റവും വലിയ നേരിട്ടുള്ള സത്യമായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം. പ്രസിഡന്റ് ശ്വേതാ മേനോനും ഭരണസമിതിയും അടക്കം രാജിവെച്ച് പുറത്തിറങ്ങുന്ന കാഴ്ചകളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. മലയാള സിനിമയിലെ വമ്പന്മാരുടെ ഇടപെടലാണ് ഇതിനൊക്കെ പിന്നിലെന്നുള്ള ആക്ഷേപവും നിലനിൽക്കുന്നു. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു ജനകീയ മുഖം വേണമെന്നാണ് നിലവിൽ മമ്മൂട്ടി അടക്കം നിർദ്ദേശിക്കുന്നത്. പാലക്കാട്ടെ MLA ആയിട്ടുള്ള രമേശ് പിഷാരടിയെ സംഘടനയെ നയിക്കാൻ നിയോഗിച്ചേക്കാമെന്ന സൂചനകളും പുറത്തുവരുന്നു. മെഗാസ്റ്റാറിന്റെ ഈ നിർദ്ദേശം മോഹൻലാൽ അംഗീകരിച്ചാൽ കാര്യങ്ങൾ കുറച്ചുകൂടെ ഈസിയാകുമെന്നാണ് സൂചന. അമ്മയുടെ യോഗത്തിൽ മമ്മൂട്ടി എത്തിയിരുന്നില്ല എന്നതും ശ്രദ്ധേയം. മോഹൻലാലിനെ നേരത്തെ തന്നെ തന്റെ നിലപാട് മമ്മൂട്ടി അറിയിച്ചിട്ടുണ്ട് എന്നാണ് സൂചന. ഗണേഷ് കുമാറും പിഷാരടിയും ഒന്നിക്കുമ്പോൾ നല്ലത് സംഭവിക്കുമെന്ന് ഇരുവരും വിശ്വസിക്കുന്നു. പിഷാരടിയുടെ ജനകീയത സംഘടനയ്ക്ക് മുതൽക്കൂട്ടാകുമെന്നാണ് ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ. തർക്കത്തിൽ പക്ഷം പിടിക്കാതെ അദ്ദേഹത്തിന്റെ ശൈലി തുണയായേക്കുമെന്നാണ് ഒരു വിഭാഗം അവകാശപ്പെടുന്നത്. സംഘടനയുടെ ജനറൽ ബോഡി യോഗം അക്ഷരാർത്ഥത്തിൽ വലിയ പോർക്കളമായി മാറിയതാണ് നമ്മൾ ഇന്നലെ കണ്ടത്. വാർഷിക റിപ്പോർട്ടിലെ കണക്കുകളിൽ വലിയ തർക്കങ്ങൾ ഉണ്ടാകുന്നു. സുതാര്യതയില്ലെന്ന വിമർശനവുമായി സിദ്ദിഖ്, ബാബുരാജ്, ഇടവേള ബാബു, രഞ്ജി പണിക്കർ എന്നിവർ രംഗത്തെത്തുന്നു. ഇവർ 4 പേരും ഒന്നിച്ച് ശ്വേതയെ അമ്പരപ്പിച്ചു. സൂപ്പർ താരങ്ങളുമായി അടുത്ത ബന്ധമുള്ളവരാണ് ഇവർ എന്നുള്ളതാണ് ഇവിടെ ഏറെ ശ്രദ്ധേയം. ഈ പ്രമുഖർ നേരിട്ടിറങ്ങിയതോടെ ശ്വേതയുടെ പ്രതിരോധം തകർന്നു എന്നതും നമ്മൾ കണ്ടതാണ്. ഭരണസമിതി ഒന്നടങ്കം ഒടുവിൽ വഴങ്ങിക്കൊടുക്കേണ്ടുന്ന അവസ്ഥയിലേക്കാണ് എത്തിയത്. റിപ്പോർട്ട് യോഗത്തിന് മുൻപേ അംഗങ്ങൾക്ക് നൽകിയില്ല എന്ന് ബാബുരാജിന്റെ കുറ്റപ്പെടുത്തൽ. ഇത് ബൈലോയ്ക്ക് വിരുദ്ധമാണ് എന്ന് ബാബുരാജിന്റെ ആഞ്ഞടിക്കൽ. ട്രഷറർ സ്ഥാനത്ത് ആളില്ലാത്തത് കൊണ്ടാണ് പിഴവെന്ന ശ്വേതയുടെ വാദം വിലപോയില്ല. റിപ്പോർട്ടിലെ ഗുരുതര പിഴവുകൾ താരങ്ങൾ ചൂണ്ടിക്കാട്ടി. 45 ദിവസത്തെ സമയം വേണമെന്ന് ശ്വേത ആവശ്യപ്പെട്ടു എങ്കിലും അത് തള്ളുകയും ചെയ്തു. റിപ്പോർട്ട് പാസാക്കാൻ ജനറൽ ബോഡി തയ്യാറായില്ല. ഇതോടെ ശ്വേതയുടെ പതനമായിരുന്നു അവിടെ വ്യക്തമായത്. തന്റെ രാജിക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന് ആഞ്ഞടിച്ചുകൊണ്ടായിരുന്നു ശ്വേത പിന്നീട് മാധ്യമങ്ങൾക്ക് മുൻപിൽ വികാരാതീതയായി സംസാരിച്ചത്. തന്നെ പാവയാക്കാൻ ചിലർ ശ്രമിക്കുന്നു എന്നും തനിക്ക് അങ്ങനെ പാവയാകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശ്വേത അമ്മ സംഘടനയിലെ അംഗത്വം പോലും രാജിവെച്ചതായി മാധ്യമങ്ങളോട് പറഞ്ഞു. കുറ്റാരോപിതരുടെ കൈകളിലേക്ക് സംഘടനയെ എത്തിക്കാനാണ് നീക്കമെന്ന് ശ്വേത ആഞ്ഞടിച്ചു. എന്നാൽ ശ്വേതയുടെ വാദങ്ങളെ തള്ളിക്കൊണ്ടായിരുന്നു മാധ്യമങ്ങൾക്ക് മുമ്പിൽ ബാബുരാജിന്റെ എൻട്രി. എതിരഭിപ്രായം പറയുമ്പോൾ ശ്വേത ലേഡീസ് കാർഡ് ഇറക്കുന്നു എന്ന് അദ്ദേഹം കളിയാക്കി. അൻസിബയുടെ പരാതിയിൽ ശ്വേത കാട്ടിയ നിസ്സംഗത പ്രസിഡന്റിന്റെ സ്ഥാനത്തിന് യോജിച്ചതല്ല എന്ന് ബാബുരാജ് ചൂണ്ടിക്കാട്ടി. പുതിയ അഡ്ഹോക് കമ്മിറ്റി ഇനി കാര്യങ്ങൾ തീരുമാനിക്കുമെന്ന് അദ്ദേഹം സൂചന നൽകി. സംഘടനയെ പഴയ പ്രതാപത്തിലേക്ക് കൊണ്ടുവരാൻ പിഷാരടിക്ക് കഴിയുമോ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. വമ്പന്മാരുടെ പിന്തുണയോടെ എത്തുന്ന പിഷാരടിയുടെ പരീക്ഷണം സിനിമാ ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സംഘടന വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് കടന്നു പോകുമ്പോഴും തിരുത്തലുകൾ വരുത്താനും സംഘടനയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് നയിക്കാനുമായി ഒരു ജനകീയ മുഖം അനിവാര്യമാണെന്നാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി അടക്കം അവകാശപ്പെടുന്നത് അല്ലെങ്കിൽ നിർദ്ദേശിച്ചിരിക്കുന്നതെന്നാണ് സൂചന. രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലെ ജനകീയ ഇടപെടലുകൾ കൊണ്ട് ജനശ്രദ്ധ നേടിയ പാലക്കാട് MLA ആയ നമ്മുടെ രമേശ് പിഷാരടി ഈ ഒരു ഉത്തരവാദിത്തത്തിലേക്ക് അനുയോജ്യനാണ് എന്ന് മലയാള സിനിമയുടെ ഏറ്റവും വലിയ മുഖമായിട്ടുള്ള നടൻ മമ്മൂട്ടിയും മോഹൻലാലും ഒരേ സ്വരത്തിൽ പറയുന്നു എന്നാണ് സൂചന. എന്നാൽ ശ്വേതാ മേനോന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ പതനം അത്ര എളുപ്പമായിരുന്നില്ല എന്നുള്ള കാര്യവും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാണ്. വാർഷിക റിപ്പോർട്ടിലെ കണക്കുകളിലെ അവ്യക്തതയും സുതാര്യതയില്ലായ്മയും ചൂണ്ടിക്കാട്ടി സിദ്ദിഖ്, ബാബുരാജ്, ഇടവേള, രഞ്ജി പണിക്കർ തുടങ്ങിയവരൊക്കെ അട്ടിമറി നീക്കങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്
രംഗത്തേക്ക് വരുന്നത്. താരരാജാക്കന്മാരുടെ വിശ്വസ്തരായ ഇവരുടെ ഇത്തരം ആരോപണങ്ങളിൽ ഒരു മറുപടി പറയാൻ ശ്വേതയ്ക്ക് എന്തുകൊണ്ട് സാധിച്ചില്ല എന്നുള്ള ചോദ്യങ്ങളും ശക്തമാണ്. എന്തായാലും രാജിവെച്ചതിന് പിന്നാലെ തന്നെ പാവയാക്കാൻ ചിലർ ശ്രമിക്കുന്നു എന്നാണ് ശ്വേത സംഘടനയ്ക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നത്. താൻ അഴിമതി നടത്തിയിട്ടില്ലെന്നും കണക്കുകൾ കൃത്യമാണ് എന്നും ശ്വേത പറയുന്നുവെങ്കിലും അംഗത്വം പോലും രാജിവെച്ചതിന്റെ അടിസ്ഥാനം എന്താണ് എന്നുള്ള ഒരു ചോദ്യം ഉയരുന്നുണ്ട്. അതേസമയം ശ്വേതയുടെ ആരോപണങ്ങളെ തള്ളിയാണ് ബാബുരാജ് രംഗത്ത് വരുന്നത്. എന്തായാലും അൻസിബ തുടങ്ങിവെച്ച ഒരു കാര്യമാണ് ഇത് എന്നും ലക്ഷ്മിപ്രിയയുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു വ്യക്തിപരമായിട്ടുള്ള പ്രശ്നമാണ് ഇത്തരം പ്രശ്നങ്ങളിലേക്ക് വലിയ രീതിയിൽ ആക്ഷേപങ്ങളിലേക്കൊക്കെ എത്തിക്കാൻ കാരണമായിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിൽ പോലും നിയമപരമായിട്ടുള്ള നടപടികളിലേക്കും ഒപ്പം അമ്മ സംഘടനയിലെ ഒരു പൊളിച്ചെഴുത്തിലേക്കും കാര്യങ്ങൾ പോകുന്നു എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. ലക്ഷ്മിപ്രിയയും നീന കുറുപ്പും ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ കഴിഞ്ഞ ദിവസം ഈ മീറ്റിംഗ് കഴിഞ്ഞതിനു ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ വലിയ രീതിയിൽ വികാരാതീതമായിട്ടുള്ള സംസാരമായിരുന്നു, പ്രതികരണമായിരുന്നു നടത്തിയത്. എന്തായാലും ആ ഒരു വൈകാരിക പ്രതികരണത്തിനപ്പുറത്തേക്ക് ഇനി എന്താണ് ഇവർക്കൊക്കെ വ്യക്തമാക്കാനുള്ളത് എന്നുള്ളത് ഉറ്റുനോക്കുകയാണ് ആരാധകർ.